ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ആത്മനമസ്കാരം. ആദിയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ബ്രഹ്മദേവന് ദൃഢമായ തപശ്ചര്യകൾ അനുഷ്ഠിക്കേണ്ടതായി വന്നു. ആ തപസ്സിൽ നിന്നും സനകൻ, സനത്ത്, സനന്ദൻ, സനാതനൻ എന്നീ പേരുകളിൽ 4 കുമാരന്മാർ സൃഷ്ടിക്കപ്പെട്ടു. ജീവൻ മുക്തരായ മഹർഷിമാരായിരുന്നു ഈ സനകാദികൾ. കാരണം പൂർണ്ണമായും ശരീരബോധത്തിൽ നിന്നും മായയിൽ നിന്നും ജന്മനാ മുക്തന്മാരായിരുന്നു സനകാദികൾ. അതുകൊണ്ട് തന്നെ ഇവർക്കെപ്പോഴും 4 വയസ്സാണ് പ്രായം. ഇവർ ബദരികാശ്രമത്തിൽ കഴിയുന്ന കാലം ബ്രഹ്മദേവന്റെ തന്നെ മറ്റൊരു പുത്രനായി സൃഷ്ടിയുടെ ആദ്യകാലത്ത് തന്നെ ശ്രീ നാരദ മഹർഷിയും ജന്മമെടുത്തിരുന്നു. വിഷ്ണു ഭഗവാന്റെ മാഹാത്മ്യത്തെ പാടിപ്പാടി 14 ലോകങ്ങളും ചുറ്റി സഞ്ചരിക്കുന്ന ശ്രേഷ്ഠനായ ഋഷിയാകുന്നു ശ്രീ നാരദ മഹർഷി. അദ്ദേഹം സ്വന്തം സഹോദരന്മാരായ സനകാദികളിൽ നിന്നാണ് ബ്രഹ്മജ്ഞാനം ഉൾക്കൊണ്ടത്. ഒരിക്കൽ കലിയുഗാരംഭത്തിൽ ഭൂമി ചുറ്റി സഞ്ചരിച്ച നാരദ മഹർഷി അതീവ ദുഃഖിതനായി തീർന്നു. കലിയുടെ പ്രഭാവത്താൽ സത്യം, സ്നേഹം, സമാധാനം, ഭക്തി ഇവയൊന്നും ഭൂമിയിൽ എവിടെയും കാണാൻ സാധിച്ചില്ല. അധർമ്മവും വെറുപ്പും വിദ്വേഷവും രോഗങ്ങളുമൊക്കെ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ മാത്രമാണ് അദ്ദേഹം ഇവിടെ കണ്ടത്. അങ്ങനെ ആ യാത്രയിൽ യമുനാ നദിയുടെ തീരത്ത് വെച്ച് വളരെ ദുഃഖത്തോടെ തളർന്നിരിക്കുന്ന ഒരു സ്ത്രീയെയും അവരുടെ മടിയിൽ അതിലേറെ തളർന്നു കിടക്കുന്ന 2 മക്കളെയും അദ്ദേഹം കണ്ടു. നാരദ മഹർഷി അവരോട് ചോദിച്ചു, ഭവതി, അവിടുന്ന് ആരാണ്? എന്തിനാണ് അവിടുന്ന് ഇത്രയും ദുഃഖിക്കുന്നത്? അവിടുത്തെ ഈ മടിയിൽ തളർന്നു കിടക്കുന്നത് ആരൊക്കെയാണ്? ഇത് കേട്ട് അവർ മറുപടി പറഞ്ഞു, ഞാൻ ഭക്തിയാണ്. ഭക്തിയിൽ നിന്നും വളർന്നു വന്ന എൻ്റെ 2 മക്കളാണ് ജ്ഞാനവും വൈരാഗ്യവും. കലിയുഗം ആരംഭിച്ചതോടെ ഞങ്ങളെ ആർക്കും വേണ്ടാതായി. ഇവിടെ ഈ യമുനാ നദിയുടെ തീരത്ത് ഭക്തിയാകുന്ന എനിക്ക് ഒരല്പം ഉണർവ് കിട്ടി. കാരണം ഭഗവാൻ കൃഷ്ണൻ കളിച്ചു നടന്നിരുന്ന ഇടമാണ് വൃന്ദാവനം. അതിനാൽ ഇവിടെയുള്ളവരുടെ മനസ്സിൽ ഇപ്പോഴും ഭഗവാൻ ശ്രീഹരിയിലുള്ള ഭക്തി പൂർണ്ണമായും മങ്ങിപ്പോയിട്ടില്ല. അതിനാൽ തന്നെ ഭക്തിമാതാവായ എനിക്ക് ഒരൽപ്പം ശക്തിയുണ്ട് വൃന്ദാവനത്തിൽ. പക്ഷേ എൻ്റെ മക്കളായ ജ്ഞാനം, വൈരാഗ്യം അവയ്ക്ക് ഇവിടെയും രക്ഷയില്ല. ഇതാണ് ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഭക്തിമാതാവ് ശ്രീ നാരദ മഹർഷിയോട് ചോദിച്ചു. അത് കേട്ട് നാരദ മഹർഷി ഭക്തിയെ സമാധാനിപ്പിച്ചു. ഇത് കലിയുഗമാണമ്മേ. മനുഷ്യ മനസ്സുകളിൽ കലി കുടിയിരിക്കുകയാണ്. അതിനാലാണ് അവിടത്തേക്ക് മനുഷ്യ മനസ്സിൽ സ്ഥാനമില്ലാതായത്. അവിടുന്ന് വിഷമിക്കാതിരിക്കൂ. ഭഗവാൻ ശ്രീഹരി എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരും. ഈ സമയം നാരദ മഹർഷിയുടെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. മനുഷ്യ മനസ്സിൽ ഭക്തിയെ വളർത്താൻ ഒരു സത്കർമ്മം ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന്. പക്ഷേ ആ സത്കർമ്മം എന്താണെന്ന് മാത്രം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം പലരോടും അത് അന്വേഷിച്ചു. പക്ഷെ ആർക്കും അതിനുള്ള ഉത്തരം നൽകാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം ബദരികാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് സ്വന്തം സഹോദരന്മാരായ സനകാദികളെ കണ്ടുമുട്ടി. ഭക്തിയെ വളർത്താൻ ചെയ്യേണ്ടതായ സത്കർമ്മം എന്താണെന്ന് നാരദ മഹർഷി അവരോട് ചോദിച്ചു. സനകാദികൾ മറുപടി പറഞ്ഞു, അല്ലയോ നാരദ മഹർഷി, മനുഷ്യ മനസ്സിൽ ഭക്തി,
ജ്ഞാനം, വൈരാഗ്യം എന്നിവയെ ഉണർത്താൻ അങ്ങൊരു മഹത്തായ ഭാഗവത ജ്ഞാനയജ്ഞം ഇവിടെ നടത്തണം. ഭാഗവതം ശ്രവിച്ചാൽ ഒരുവൻ എത്ര വലിയ അധർമ്മിയായിരുന്നാലും അയാളുടെ ഉള്ളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉണരുകയും സന്മാർഗദർശനം ലഭിക്കുകയും ചെയ്യും. സാധാരണക്കാരന് മനോനിയന്ത്രണം സാധ്യമാക്കാൻ ഭക്തിയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗമെന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും സത്കഥകൾ വർണ്ണിക്കുന്നിടത്ത് ഭഗവാന്റെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാകും. അതിനാൽ എത്ര കടുത്ത പാപിയാണെങ്കിലും ഭാഗവത ശ്രവണത്താൽ അവർ പുണ്യവാന്മാരായി തീരും. അതുകൊണ്ട് തന്നെ ഭാഗവത പാരായണം നടക്കുന്നിടത്ത് സൂക്ഷ്മരൂപികളായി ദേവന്മാരും പിതൃക്കളും മോക്ഷം കിട്ടാതലയുന്ന എല്ലാ അനാഥാത്മാക്കളും എത്തിച്ചേരുന്നുവെന്ന് സനകാദികൾ ദേവർഷി നാരദരോട് പറഞ്ഞുകൊടുത്തു. ഇതിനെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കഥ അതും സനകാദികൾ നാരദർക്ക് പറഞ്ഞുകൊടുത്തു. അങ്ങനെയാണ് ഭാഗവത മാഹാത്മ്യം കഥാരൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. പണ്ട് തുംഗഭദ്രാ നദീതീരത്ത് ഒരു ഗ്രാമത്തിൽ ജ്ഞാനിയായ, സത്യസന്ധനായ, തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ആത്മദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് വിവാഹത്തിന് പ്രായമായപ്പോൾ മറ്റൊരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ദുന്ദുലി എന്ന യുവതിയെ വിവാഹം ചെയ്തു. നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും ദുന്ദുലി ദുഷ്ചിന്തകളും ദുരാഗ്രഹിയുമായ ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ സത്യസന്ധനും ശുദ്ധ സ്വഭാവിയുമായ ആത്മദേവന്റെ മുന്നിൽ അവൾ എപ്പോഴും നല്ലവളായി നടിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ കാലം അവരൊരുമിച്ച് ജീവിച്ചു. എന്നിട്ടും അവർക്ക് മക്കളുണ്ടായില്ല. അതിനാൽ ആത്മദേവൻ വളരെ ദുഃഖിതനായി. പരിഹാരമായി പലവിധ പൂജകളും ചെയ്തു, ദാനധർമ്മങ്ങളും ചെയ്തു. ഫലമുണ്ടായില്ല. ഇതിൽ ദുഃഖിതനായ ആത്മദേവൻ വനത്തിലൂടെ അലഞ്ഞു നടന്ന് തളർന്നപ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരുന്നു. ആ തളർച്ചയിലും ക്ഷീണത്തിലും അദ്ദേഹം തൻ്റെ ഇഷ്ടമൂർത്തിയായ ശ്രീ മഹാവിഷ്ണുവിനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു: ഭഗവാനെ, ഞാൻ എന്ത് തെറ്റു ചെയ്തു? എനിക്ക് ഈ ജന്മത്തിൽ പുത്രസൗഭാഗ്യം ഉണ്ടാവില്ലെന്നാണോ അങ്ങ് പറയുന്നത്? ഈ ഭക്തന് അങ്ങൊരു മകനെ നൽകിയാലും അടിയൻ്റെ മരണശേഷം പിതൃകർമ്മം ചെയ്യാൻ ഒരു പുത്രനെ തന്നാലും. കാരണം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ പിതൃക്കൾക്കായി ജലതർപ്പണം ചെയ്യുന്ന സമയം എൻ്റെ കാലശേഷം അവർക്കുള്ള ജലതർപ്പണം ചെയ്യാൻ ആളില്ലല്ലോ എന്നോർത്ത് അവർ വിഷമിക്കുന്നതും അടിയൻ അറിയാമായിരുന്നു. ഇതിനൊക്കെയുള്ള പരിഹാരമായി അടിയന് ഒരു പുത്രനെ നൽകിയാലും. ഈ വിധം ആവലാദികൾ പറഞ്ഞ് ദുഃഖിച്ചിരിക്കുകയായിരുന്നു ആത്മദേവൻ. എന്നാൽ ഭഗവാൻ ശ്രീഹരി തൻ്റെ ഭക്തൻ്റെ സങ്കടം എല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സന്യാസിയുടെ രൂപമെടുത്ത് ആത്മദേവന്റെ മുന്നിൽ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു: അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് ആരാണ്? എന്തിനാണ് അങ്ങ് ഈ വനത്തിൽ വന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഇത് കേട്ടപ്പോൾ തന്നെ ആത്മദേവന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു: അല്ലയോ യോഗിവര്യ, അങ്ങയെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു. ഞാൻ ആത്മദേവൻ എന്ന നിർഭാഗ്യവാനായ ഒരു ബ്രാഹ്മണനാണ്. എൻ്റെ ദുഃഖം എനിക്ക് മക്കളില്ലാത്തതാണ്. ഒരു പുത്രനുണ്ടാവാനുള്ള വഴി അങ്ങ് എനിക്ക് പറഞ്ഞു തരുമോ? അത് കേട്ട് സന്യാസി വേഷത്തിൽ നിൽക്കുന്ന ഭഗവാൻ ശ്രീഹരി പറഞ്ഞു: ബ്രാഹ്മണവര്യ, അങ്ങയുടെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങ് ക്ഷമയോടെ കേൾക്കൂ. കർമ്മഫലം അനുഭവിച്ചു തീർക്കാനാണ് ജന്മങ്ങൾ എടുക്കേണ്ടതായി വരുന്നത്. അങ്ങനെ ഒരു കർമ്മഫലത്തിൻ്റെ ഭാഗമായി അങ്ങേക്ക് ഈ ജന്മത്തിലും വരുന്ന 7 ജന്മങ്ങളിലും പുത്രഭാഗ്യം വിധിച്ചിട്ടില്ല.
ഇനി അങ്ങേക്ക് പുത്രൻ ഉണ്ടായാൽ തന്നെ അതിൽ നിന്നും ദുഃഖം മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. ആയതിനാൽ പുത്രനുണ്ടായി അവരിൽ നിന്നും കൊടും ദുഃഖം അനുഭവിക്കുന്നതിൽ നിന്നും അങ്ങയെ രക്ഷിക്കുവാനാണ് ഭക്തവത്സലനായ ഭഗവാൻ ശ്രീഹരി അങ്ങേക്ക് പുത്രനെ തരാതിരിക്കുന്നത്. അങ്ങ് ഒരു ആത്മജ്ഞാനിയാണല്ലോ. പുത്രൻ, കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം ഒരു മായക്കാഴ്ചയാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അതുകൊണ്ട് ഭൗതികമായ ആ മോഹങ്ങളെല്ലാം വെടിഞ്ഞ് സന്യാസം സ്വീകരിക്കൂ. ആധ്യാത്മികമായ ജീവിതം മാത്രമേ ശാശ്വതമായ ശാന്തി നൽകൂ. പക്ഷേ ഇതൊക്കെ കേട്ടെങ്കിലും ആത്മദേവൻ അതൊന്നും ഉൾക്കൊണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, യോഗിവര്യ, തികച്ചും ധാർമ്മികമല്ലേ എൻ്റെ ഈ ആഗ്രഹം? ഇതുകൊണ്ട് ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു പുത്രനെ ലഭിക്കാനുള്ള വഴി അങ്ങ് പറഞ്ഞു തന്നാലും, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ വെച്ച് തന്നെ ദേഹത്യാഗം ചെയ്യും. ആത്മദേവൻ വാശി പിടിച്ചു പറയുന്നത് കേട്ട് ഭഗവാൻ പറഞ്ഞു, ഇത് പ്രകൃതി നിശ്ചയമാണ്. ഒരു പുത്രനുണ്ടായി അവരിൽ നിന്നുള്ള കൊടും ദുഃഖത്തെ അനുഭവിച്ചു കടക്കുക എന്നത് അങ്ങയുടെ വിധിയാണ്. അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് അങ്ങേക്ക് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്. ആയതിനാൽ ഒരു പഴമെടുത്ത് ആത്മദേവന് കൊടുത്തു. ഈ പഴം അങ്ങ് ഗൃഹത്തിൽ പോയി പത്നിക്ക് കൊടുക്കുക. ഇത് ഭക്ഷിച്ചാൽ തീർച്ചയായും അങ്ങേക്കൊരു സത്സന്താനം ഉണ്ടാകും. അത് കേട്ട് സന്തോഷവാനായ ആത്മദേവൻ സന്യാസിയിൽ നിന്നും ആ പഴുത്ത മാമ്പഴം വാങ്ങി സന്യാസിയെ നമസ്കരിച്ച ശേഷം സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. എന്നിട്ട് പത്നിയായ ദുന്ദുലിയെ വിളിച്ചു പറഞ്ഞു, ദുന്ദുലി, നോക്കൂ, ഭഗവാൻ ശ്രീഹരി നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. മാത്രമല്ല, വനത്തിൽ വെച്ച് നടന്ന സംഭവമെല്ലാം അവരോട് പറഞ്ഞു. ഈ പഴം കഴിച്ചാൽ നമുക്ക് പുത്രഭാഗ്യമുണ്ടാകും. ഇതും പറഞ്ഞ് ആ പഴം ഭാര്യയായ ദുന്ദുലിക്ക് കൊടുത്ത് ഭക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത് ആത്മദേവൻ അവിടെ നിന്ന് പോയി. പക്ഷേ ദുന്ദുലി ചിന്തിച്ചത് മറ്റൊരു വിധത്തിലായിരുന്നു. ഈ മാമ്പഴം കഴിച്ചാൽ ഞാൻ ഗർഭിണിയാകും. പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കണം. ഗർഭിണിയാകുന്നതിൻ്റെ ഭാഗമായി ഉള്ള ക്ഷീണം, തളർച്ച, പിന്നെ പ്രസവിക്കുമ്പോഴുള്ള കടുത്ത വേദന, കുഞ്ഞിനെ പാലൂട്ടണം, അതിൻ്റെ മലമൂത്രങ്ങൾ കോരണം. ഇതൊന്നും ഓർക്കാൻ പോലും ദുന്ദുലിക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഈ പഴം ഞാൻ കഴിക്കില്ല, അവർ തീരുമാനിച്ചുറപ്പിച്ചു. എനിക്കിങ്ങനെയൊന്നും കഷ്ടപ്പെടാൻ വയ്യ. അതിനാൽ ഭർത്താവിനോട് കഴിച്ചു എന്ന് നുണ പറയാം എന്ന് വിചാരിച്ച് വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരുന്ന പശുവിന് ആ പഴം നൽകി. പശു ആ പഴം കഴിക്കുകയും ചെയ്തു. ശേഷം ദുന്ദുലി തൻ്റെ ഇളയ സഹോദരിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭർത്താവിനോട് പഴം കഴിച്ചു എന്ന് നുണ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഗർഭമുണ്ടെന്ന് കാണിക്കാൻ എന്തു സൂത്രം ചെയ്യും? ദുന്ദുലി സഹോദരിയോട് സഹായം ചോദിച്ചു. സഹോദരി പറഞ്ഞു, ജ്യേഷ്ഠത്തി വിഷമിക്കേണ്ട, തൽക്കാലം ഗർഭിണിയായി അവിടുന്ന് അഭിനയിക്കൂ. ഞാനിപ്പോൾ ഗർഭിണിയാണ്. എനിക്ക് 7 മക്കളുണ്ട്. അതിനാൽ ഈ കുഞ്ഞിനെ പ്രസവിച്ച് ജ്യേഷ്ഠത്തിക്ക് തരാം. എന്നിട്ട് ജ്യേഷ്ഠത്തി പ്രസവിച്ച കുഞ്ഞാണ് ഇത് എന്ന് വരുത്തി തീർക്കാം നമുക്ക്. എൻ്റെ കുഞ്ഞ് പ്രസവിച്ച ഉടൻ മരിച്ചുപോയെന്ന് ഞാൻ എല്ലാവരോടും നുണ പറയാം. കുഞ്ഞിന് പാല് കൊടുക്കാനായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരികയും ചെയ്യാം. ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ പ്രസവ സമയമായപ്പോൾ അനുജത്തി പ്രസവിച്ച ആൺകുഞ്ഞിനെ സൂത്രത്തിൽ തൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി ദുന്ദുലി ഭർത്താവിനോട് പറഞ്ഞു, ഇതാ നമ്മുടെ പുത്രൻ. അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവനെ നമുക്ക് നന്നായി വളർത്തണം. പാവം ആത്മദേവൻ സ്വന്തം കുഞ്ഞാണെന്ന് കരുതി ആ കുഞ്ഞിൻ്റെ ജനനത്തിൽ അതീവ സന്തുഷ്ടനായി. വിധിപ്രകാരം കുഞ്ഞിൻ്റെ ജാതകർമ്മങ്ങൾ നടത്തി. കുഞ്ഞ് ജനിച്ച സന്തോഷത്തിൽ നാട്ടുകാർക്കെല്ലാം ഗംഭീരമായ സദ്യ കൊടുത്തു. നിരവധി ദാനധർമ്മങ്ങളും നടത്തി. ആ കുഞ്ഞിന് ദുന്ദുകാരി എന്ന നാമകരണവും ചെയ്തു. കഥയുടെ ശേഷഭാഗം നമുക്ക് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം.
നമസ്കാരം.